ഇത്തവണ ശ്രീചിത്ര പൂവർ ഹോമിലെ കുരുന്നുകൾക്ക് ഇരട്ടിയാണ് സന്തോഷം. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും മികച്ച വിജയമാണ് ശ്രീചിത്ര ഹോമിലെ കുരുന്നുകൾ സ്വന്തമാക്കിയത്. മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി കുട്ടികളെ അഭിനന്ദിച്ചു. ഇനിയും ഏറെ പഠിച്ച് മുന്നേറണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. തിരുവനന്തപുരം ശ്രീചിത്ര പൂവർ ഹോമിലെ കുരുന്നുകൾക്കിത് മിന്നും വിജയമാണ്. ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ ശ്രീചിത്ര പൂവർ ഹോമിലെ കുട്ടികൾക്ക് 100 മേനിയാണ് വിജയം. ഹയർ സെക്കൻഡറി പരീക്ഷയിലും കുരുന്നുകൾ മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രീചിത്രയിൽ നേരിട്ടെത്തി കുരുന്നുകളെ അഭിനന്ദിച്ചു. കുരുന്നുകളുടെ സന്തോഷത്തിനൊപ്പം ചേരുകയാണ് ശ്രീചിത്ര പൂവർ ഹോമിലെ ജീവനക്കാരും. സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇവിടെ വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൗൺസിലിങ്ങും എഡ്യൂക്കേഷന് നല്ല പ്രൊമോഷനും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ ഇത്രമേൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ എല്ലാം A+ ഒന്നും കിട്ടിയില്ല എങ്കിലും സന്തോഷമുണ്ട്. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കും 3 തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. അനാഥരായ കുഞ്ഞുങ്ങൾ, ബ്രോക്കൺ ഫാമിലീസിലെ കുഞ്ഞുങ്ങൾ, തീരെ സാഹചര്യമില്ലാത്ത വീടുകളിലെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് ജയിച്ചു വരാനുള്ളൊരവസരം. ഇനിയുമേറെ പഠിക്കണമെന്നാണ് കുരുന്നുകളുടെ ആഗ്രഹം. ഇല്ല ടഫായിരുന്നു, നല്ല ടഫ് ഉണ്ടായിരുന്നു. പിന്നെ നന്നായി പഠിക്കാന്നുള്ള പ്രോഗ്രാം കാരണമാണ് ജയിച്ചത്. ഇനി സയൻസ് എടുത്ത് നല്ലതുപോലെ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി മാർക്ക് എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഞാൻ ഏറ്റവും പാടെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് എനിക്കിപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയത്. സോഷ്യൽ സയൻസ് എനിക്ക് ഒട്ടും അപ്പം നല്ല ടഫായിരുന്നു, പക്ഷെ എനിക്ക് A ഗ്രേഡ് അതിന് കിട്ടി. എനിക്ക് സിവിൽ സർവീസിൻ്റെ ഇതിൽ കയറിയിട്ട് IPS IAS അവനാണ് ആഗ്രഹം. ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള പഠിക്കാനാണ് താല്പര്യം. ഇല്ലായിരുന്നു. പ്രദീപ് ജയിക്കുമെന്ന് വിചാരിച്ചില്ല. സന്തോഷം. കളക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഞാൻ ഹോം സയൻസ്. ഇല്ല, എളുപ്പമുണ്ടായിരുന്നു, പഠിച്ചാൽ എഴുതാം. സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ലായിരുന്നു. ഒരു വിഷയം പൊട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ റിസൾട്ട് നമുക്ക് നല്ല സന്തോഷമുണ്ട്. ജയിച്ചു. കുഴപ്പമില്ല, നല്ല എക്സാം. സന്തോഷമുണ്ട്, സാധാരണ സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഡോക്ടറാകുന്നതും നഴ്സാകുന്നതും IAS സ്വപ്നം കാണുന്നവരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി നേടിയതാണ് കുരുന്നുകൾ ഈ മിന്നും വിജയം. ചെറുതാണെങ്കിലും അവർക്കിത് വലിയ വിജയമാണ്. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.